ഓണത്തിന് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് സദ്യ തന്നെയാണല്ലേ. പലയിടങ്ങളിൽ പല സദ്യകൾ പലതരത്തിലാണ്. അവരവരുടെ പ്രാദേശിക വിഭവങ്ങളൊക്കെ സദ്യകളിൽ ഒരുപാടുണ്ടാകും. അത്തരത്തിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് ബോളി എന്ന് പറയുന്നത്. നല്ല മധുരമുള്ള ബോളി, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാൽപ്പായസമൊക്കെ അല്ലെങ്കിൽ പാലടയൊക്കെ ഒഴിച്ച് അത് കൂട്ടിയങ്ങ് അടിക്കുന്ന കാഴ്ചയുണ്ടല്ലോ. ഓർക്കുമ്പോൾ നാവിൽ വെള്ളം ഇങ്ങനെ നിറയുകയാണ്. കപ്പലോടിക്കാൻ പറ്റും. അത്രമേൽ തിരുവനന്തപുരംകാർക്ക് പ്രിയപ്പെട്ടതാണ് ബോളി എന്ന് പറയുന്ന പലഹാരം. പിന്നെ ചപ്പാത്തി പോലെ ഇരിക്കും, പക്ഷെ നല്ല തേൻ പോലത്തെ മധുരമാണ്. നല്ല നൈസായിട്ട് ഈ മലബാറുകാർ നൈസ് പത്തിരി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷെ നല്ല മധുരവും നല്ല മഞ്ഞ കളറുമാണ്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ബോളിയുടെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് ഈ രാവിലെ ഞാൻ നിങ്ങളെ കൂട്ടുകയാണ്. തിരുവനന്തപുരം സദ്യയുടെ പ്രധാനപ്പെട്ട മധുരമായ ബോളി ഇല്ലാതെ തലസ്ഥാനവാസികൾക്ക് ഓണാഘോഷമില്ല. തിളച്ചുമറിയുന്ന നെയ്യിന്റെ ഗന്ധവും കടലപ്പരിപ്പിന്റെ മധുരവും ചാലിച്ച് തയ്യാറാക്കുന്ന ബോളിക്ക് ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്നുണ്ടോ? അപ്പോൾ അത് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പഴയ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് വന്ന് ഇന്ന് മലയാളി മനസ്സ് കീഴടക്കിയ ആ ബോളിയുടെ വിശേഷങ്ങളിലേക്ക്. കടലപ്പരിപ്പ് വേവിച്ച് കുഴച്ച് മൈദമാവിൽ പൊതിഞ്ഞ് നെയ്യിൽ മുക്കി വട്ടത്തിൽ ചുട്ടെടുക്കുന്ന ഒന്നാം തരം ബോളി. തിരുവനന്തപുരത്തുകാരുടെ സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത മധുരമാണിത്. ഇന്ന് കേരളമൊട്ടാകെ തരംഗമായ ഈ ബോളിയുടെ ഉറവിടം തേടിച്ചെന്നാൽ എത്തുന്നത് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ തമിഴ്നാട് മേഖലകളിലാണ്. അവിടെ നിന്ന് മലയാളി സദ്യകളിലേക്ക് ചേക്കേറിയ ബോളി പിന്നീട് തലസ്ഥാനത്തിൻ്റെ സ്വന്തം ബോളിയായി മാറുകയായിരുന്നു. ഓണക്കാലമായതോടെ നഗരത്തിലെ കടകളിൽ ബോളിക്ക് വേണ്ടി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാപ്പകലില്ലാതെയാണ് തൊഴിലാളികൾ ആവശ്യക്കാർക്കായി ബോളി തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ, നല്ല തിരക്ക്. പാൽപ്പായസം ഉണ്ടെങ്കിൽ ബോളി വേണം. ആൾക്കാർ വരുന്ന പറയാനൊക്കില്ല. എന്നാലും 10, 2000, 3000 അങ്ങനെയെല്ലാം പോകും. അതിനൊക്കെ കൂടുതൽ പോകും. നമ്മളെ കേരളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും ആൾക്കാർ വരും. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തികൾ കടന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ബോളിക്ക് ആവശ്യക്കാർ ഏറെയാണ്. പായസത്തിൽ ബോളി ഉടച്ചു ചേർത്ത് കഴിക്കുന്ന ആ വൈവിധ്യമാർന്ന രുചി തന്നെയാണ് ഓണത്തിൻ്റെ യഥാർത്ഥ മധുരം. തിരുവനന്തപുരം സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബോളിയും പായസവും. സദ്യ കഴിക്കാനിരിക്കുമ്പോൾ അവസാനം വരുന്നതും എന്നാൽ കഴിക്കുന്നയാളിൻ്റെ മനസ്സിൽ ആദ്യം വരുന്നതും അതേ ബോളിയും പായസവും തന്നെയാണ്. ഈ ഓണക്കാലത്ത് മായമില്ലാത്ത അതേ ബോളി കഴിക്കണമെങ്കിൽ തലസ്ഥാനത്ത് തന്നെ വരണം. ക്യാമറമാൻ പ്രമോദ് പന്നിയുടനൊപ്പം മുഹമ്മദ് നൗഫൽ, കൈരളി ന്യൂസ്.